BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിരവധി ആളുകളാണ് BJPയിൽ അംഗത്വം നേടുന്നത്. ഇപ്പോൾ ഇതാ ബിഗ് ബോസ് താരവും ഡോക്ടറുമായ റോബിൻ രാധാകൃഷ്ണനും BJPയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് റോബിൻ രാധാകൃഷ്ണൻ അംഗത്വം സ്വീകരിച്ചത്. നാളുകൾക്ക് മുൻപ് രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടതിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങളായിരുന്നു താരം നേരിട്ടത്. കൂടാതെ വിമർശനങ്ങൾ കടുത്തതോടെ റോബിൻ മറുപടിയുമായി എത്തിയിരുന്നു. തന്റെ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടും നിലപാടുമെല്ലാം വ്യക്തിപരമാണെന്നും BJPയിൽ അംഗത്വമില്ലെങ്കിലും തനിക്ക് BJP എന്ന പാർട്ടിയെയും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഇഷ്ടമാണെന്നും റോബിൻ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ അഭിമാനത്തോടെ താൻ ഒരു സംഘിയാണെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ BJP എങ്ങാനും കേരളം ഭരിച്ചാലോ എന്ന് കരുതി പേടിയാണെന്നും അങ്ങനെ ഒരു ദിവസം അധികം താമസിക്കാതെ വരുമെന്നും അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്തു വെക്കുന്നുണ്ടെന്നുമായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ അന്ന് വ്യക്തമാക്കിയത്. കൂടാതെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റോബിൻ രാധാകൃഷ്ണൻ മത്സരിക്കുമെന്നും സൂചനകൾ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ റോബിൻ ഡോക്ടർ എന്ന നിലയിലും ഇൻഫ്ലുവൻസർ എന്ന നിലയിലുമാണ് ശ്രദ്ധേയനായത്. അതോടൊപ്പം റോബിന്റെ ഭാര്യ ആരതി പൊടിയും സോഷ്യൽ മീഡിയയ്ക്ക് പരിചിതമായ മുഖമാണ്. 2023 റോബിൻ രാധാകൃഷ്ണൻ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷമാകും രാഷ്ട്രീയ പ്രവേശനം എന്നായിരുന്നു അന്ന് നൽകിയിരുന്ന സൂചനകൾ. 2.5 വർഷം കഴിഞ്ഞാൽ രംഗപ്രവേശനത്തിനുള്ള സാധ്യത നൽകിയാണ് അന്ന് റോബിൻ സംസാരിച്ചത്. കൂടാതെ BJPയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് റോബിൻ മത്സരിച്ചേക്കുമെന്നും അക്കാലത്ത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉൾപ്പെടെ BJPക്കായി ജനവിധി തേടിയ സ്റ്റാർ മണ്ഡലമാണ് തിരുവനന്തപുരം. തന്നെ ഇത്രയും വളർത്തിയ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹമാണ് രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും 3 വർഷം മുമ്പ് പങ്കെടുത്ത ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ റോബിൻ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ വൈക്കം മുൻ MLAയും മുതിർന്ന CPI നേതാവുമായ K അജിത്തും റോബിനൊപ്പം BJPയിൽ ചേർന്നിട്ടുണ്ട്. BJP ആസ്ഥാനമായ മാരർജി ഭവനിൽ വെച്ചായിരുന്നു ഇരുവരുടെയും സ്വീകരണ പരിപാടി. 2006-2011 വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് തുടർച്ചയായി 2 വട്ടം വൈക്കം MLA ആയിരുന്നു K അജിത്ത്. CPI വൈക്കം മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയായും കോട്ടയം ജില്ലാ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. തന്റെ BJP പ്രവേശനം പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ലെന്നും ദളിത് വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും അത് നേടിയെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്നും BJP അംഗത്വം സ്വീകരിച്ച ശേഷം ഇദ്ദേഹം പ്രതികരിച്ചു. കൂടാതെ തന്റെ അതൃപ്തി നേരത്തെ തന്നെ CPI നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും 6 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും K അജിത്ത് വ്യക്തമാക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിച്ചത് BJP ആണെന്നും ആ പാർട്ടിയിൽ തനിക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വൈക്കത്തെ ജനങ്ങളോട് ഭരണ പ്രതിപക്ഷങ്ങൾ നീതി കാണിച്ചില്ലെന്നും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പരിപാടികൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. തന്റെ ജനവിഭാഗത്തെ സംരക്ഷിക്കാനും വൈക്കത്തെ പുതിയൊരു വികസന മാറ്റം കൊണ്ടുവരാനും BJPക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നതായും K അജിത്ത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ ജനവിഭാഗം ദളിത് ജനവിഭാഗം. ആ ദളിത് വിഭാഗങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്നും അർഹമായി കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല. അതിനെതിരെ വർത്തമാനം പറയാൻ, വാങ്ങിച്ചു കൊടുക്കാൻ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹവും ഇടപെടുന്നില്ല. അഖിലേന്ത്യാ തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ദളിത് ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടിങ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി. ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് മെമ്പർമാരുള്ള ആ വിഭാഗത്തുനിന്ന് MLAമാരുള്ളത്, ജനപ്രതിനിധികളുള്ളത് ഒക്കെ ഈ ഭാരതീയ ജനതാ പാർട്ടികളാണ്. പട്ടികജാതി വിഭാഗത്തു നിന്നും പട്ടികവർഗ വിഭാഗത്തു നിന്നും 2 രാഷ്ട്രപതിമാരെ തലവന്മാരെ സൃഷ്ടിച്ച ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി. അതേസമയം വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ റോബിൻ മത്സരിക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാവുന്നുണ്ട്. മുൻപ് കേട്ട അഭ്യൂഹങ്ങൾ സത്യമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാകുമോ റോബിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന കാര്യവും കണ്ടറിയേണ്ടിയിരിക്കുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.